സ്വാമി ആത്മധർമ്മൻ ജ്ഞാനത ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറിയുടെ ഓഫീസിൻ്റെ ഇൻചാർജാണ്. അതുപോലെ നമ്മുടെ ഓൺലൈൻ വിഭാഗത്തിൻ്റെയും അതുപോലെ ശാന്തിഗിരി IT ഡിവിഷൻ്റെയും ശാന്തിഗിരി മീഡിയ റിലേഷൻസിൻ്റെയും കോർഡിനേറ്റർ ബ്രഹ്മചാരി അഖിൽ JL. അതുപോലെ നമ്മളോടൊപ്പം ഉള്ള മറ്റൊരാൾ ശ്രീ മുകുന്ദൻ. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൺലൈൻ വാർത്തയുടെ ഒരു ചാനലിൻ്റെ MD ആണ്. അതുപോലെ തന്നെ മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ്. പിന്നെ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം. വലിയ ഔപചാരികതകളൊന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. അതിലേറെ സന്തോഷമുണ്ട്. സാധാരണ നമ്മളെ ദൃശ്യമാധ്യമങ്ങളുടെ മീറ്റൊക്കെ നമ്മൾ ആശ്രമത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു 2024 കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്നിപ്പോൾ നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൽ ഒരു വലിയ ഇവൻറ്റ് നടക്കാൻ പോകുന്നു. അപ്പോൾ ആ ഇവൻറ്റിനോട് ചേർന്ന് സഹകരിച്ചു പോകാൻ ഒത്തിരി മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇന്നിപ്പോൾ ആശ്രമത്തിൽ പല ദിവസങ്ങളിലായി ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പലരും എത്തിയിട്ടുണ്ട്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു വലിയ ബ്രാൻഡും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശാന്തിഗിരി ഫെസ്റ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ ഇവൻ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഞങ്ങളോടൊപ്പം ഇത്തവണ കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് ഈ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ നിങ്ങൾ ഓരോരുത്തരെയാണ്. അത് നിങ്ങളുടെ ഓരോരുത്തരെയും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ ഈ ഫെസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ഫെസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നതിന് ആദരണീയ സ്വാമിയെ ഞാൻ ക്ഷണിക്കുകയാണ്. സ്വാമി. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം മഹേഷേട്ടൻ സൂചിപ്പിച്ച പോലെ ഇന്ന് കൂടുതൽ ആൾക്കാരും വാർത്തകൾ അറിയാനും മറ്റു കാര്യങ്ങൾ അറിയാനും ഒക്കെ എപ്പോഴും 24 മണിക്കൂറും കൂടെ കൊണ്ട് നടക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ല അതിനെ ആശ്രയിക്കുന്ന ആളുകളാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെയൊക്കെ പലരുടെയും മുഖങ്ങളും അല്ല വാർത്തകളും ഒക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ തലമുറയിൽപ്പെട്ട ആളുകൾ ഈ വാർത്തകളുടെയൊക്കെ നമ്മൾ സ്ഥിരം കണ്ട് പരിചയിച്ച വാർത്താ സംപ്രേഷണങ്ങൾക്കും അതിൻ്റെ ഭാഗങ്ങൾക്കും അപ്പുറത്തേക്ക് പുതിയൊരു ഭാഗത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്കും സംഭവങ്ങളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി ആ രീതിയിൽ അത് അവതരിപ്പിക്കുന്ന നിങ്ങളുടെയൊക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ച് വളരെ സന്തോഷം. ശാന്തിഗിരി ആശ്രമം ശാന്തിഗിരി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ആദ്യമായി ചെയ്തത് 2010 പർണശാല സമർപ്പണം, ഗുരു ജീവിച്ച പർണശാല ലോകത്തിന് തുറന്നു കൊടുത്ത ഒരു ഇവൻറ്റോടുകൂടിയാണ് ശാന്തിഗിരി ഫെസ്റ്റ് ആദ്യമായി നടന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി പ്രതിഭ സിംഗ് പാട്ടീൽ ദേവാണ് അത് അന്ന് ഇനോഗ്രേറ്റ് ചെയ്തത്. അതിനുശേഷം 2012 ശാന്തിഗിരിയിൽ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. 25 ലക്ഷത്തോളം ആളുകളാണ് അന്ന് ഈ ഫെസ്റ്റിലൂടെ കടന്നുപോയത്. അതിനുശേഷം 12 വർഷങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിനെ ബാധിച്ച പ്രളയങ്ങളും ദുരന്തങ്ങളും കോവിഡും ഒക്കെ ശേഷം ഇപ്പോൾ വീണ്ടും നമ്മളത് ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം 2006 ശാന്തിഗിരി ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ 100ാമത് ജന്മദിനമാണ്. 2026 മുതൽ 2027 ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുവാൻ പോകുന്നത്. അതിൽ 2027 ഇൻ്റർനാഷണൽ ഫെസ്റ്റ് ഒക്കെ ഉൾപ്പെടെയുള്ള ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകളും ഭരണാധികാരികളൊക്കെ ഇവിടെ എത്തിച്ചേരുന്ന ഈ ഗുരുവിൻ്റെ ആശ്രമത്തിൽ തിരുവനന്തപുരം പോത്തൻകോട് എത്തിച്ചേരുന്ന വലിയൊരു കാര്യത്തിലേക്കുള്ള ഒരു കർട്ടൻ റേസിംഗ്, അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ 2024 സെപ്റ്റംബർ 27 ആരംഭിക്കുന്നത്. ഈ ഫെസ്റ്റ് വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു 15,000 സ്ക്വയർ ഫീറ്റ് വിപുലമായ രീതിയിലുള്ള ഒരു പുഷ്പമേള ഇതിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ അക്വാ ഷോ, പെറ്റ് ഷോ, പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ ഫെസ്റ്റ്, വിവിധങ്ങളായ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ
കുട്ടികൾ വന്ന് കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒത്തിരി സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് സെമിനാറുകളും മറ്റ് കാര്യങ്ങളും നടത്തുന്ന ഒരു എഡ്യൂക്കേഷൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഈ ഫെസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലുള്ള പ്രശസ്തരായ പല സ്ഥാപനങ്ങളും ഇതിൽ വന്ന് ചേരാമെന്നും പങ്കെടുക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വിപുലമായ അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഇവിടേക്ക് വേണ്ടിയിട്ട് എത്തിക്കുന്നത്. അതുപോലെ തന്നെ റോബോട്ടിക് ഷോ എന്ന് പറയുന്നൊരു പ്രസൻറ്റേഷൻ, 32D ത്രിമാന ചിത്രങ്ങൾ, വീഡിയോകൾ കാണിക്കുന്നൊരു 3D ഷോ, അതുപോലെ ഗോസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് സസ്പെൻസ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ ഷോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തെ BSF, ആർമി പോലുള്ള വിവിധ രാജ്യത്തെ സംരക്ഷിക്കുന്ന സേനകളുടെ പ്രദർശനങ്ങൾ, അവരുടെ ആയുധങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശാന്തിഗിരിയുടെ ഒരു ഫുഡ് കോർട്ട്, വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളും വിഭവങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു ഫുഡ് കോർട്ട് നമ്മളും ഇതോടൊപ്പം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും വിവിധങ്ങളായ കലാപരിപാടികൾ, സാംസ്കാരിക കൂട്ടായ്മകൾ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ ചാനലുകളുടെ മെഗാ ഷോകൾ അവർ ചെയ്യാമെന്ന് നമ്മളോട് നേരത്തെ മഹേഷേട്ടൻ സൂചിപ്പിച്ചു. വിവിധ ചാനലുകൾ ആ മെഗാ ഷോകൾ പ്രശസ്തരായ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ആ ഷോകൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സെപ്റ്റംബർ 27 മുതൽ നവംബർ 3 വരെ അനന്തപുരിയുടെ സ്വന്തം കാർണിവൽ എന്നാണ് നമ്മൾ ഇതിന് ടാഗ്ലൈൻ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഫെസ്റ്റിന് എറണാകുളം മുതൽ ഇങ്ങോട്ട് ഇടുക്കിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തു നിന്നൊക്കെ ആളുകൾ ഒഴുകി ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴൊരു ട്രെൻഡ് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഒരു വിജയമാക്കി തീർക്കുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പത്രക്കാരായ അല്ലെങ്കിൽ ജേർണലിസ്റ്റുമാരായ നിങ്ങൾ ഓരോരുത്തരോടും നമ്മളുടെ ഒരു റിക്വസ്റ്റ്, ഈ കാര്യങ്ങളെ ഏറ്റവും ഭംഗിയായി ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾക്ക് കുറച്ച് ദിവസം ഒരാഘോഷമായിട്ട് ഈ കാര്യങ്ങളെ എത്തിച്ചേരുവാനും ഇതിൽ പങ്കെടുക്കുവാനുള്ള ഒരു കാര്യങ്ങളെ അവരറിയിക്കുവാനുള്ള ഒരു ഭാഗം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അതിൻ്റെ ഒരു സഹകരണവും സഹായവും ഉണ്ടാവണമെന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായി അറിയണമെങ്കിൽ ചോദിക്കാൻ നമുക്ക് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പ്രിന്റഡ് ബ്രോഷറൊന്നുമില്ല? പ്രിന്റഡ് ബ്രോഷറില്ലേ? പ്രിന്റഡ് ബ്രോഷറുണ്ട്. ഇപ്പോൾ ഡിജിറ്റലായിട്ട് വാട്സപ്പിൽ തരാമെന്നാണ് കരുതിയത്. അത് വണ്ടിയിലുണ്ട്, പ്രൊവൈഡ് ചെയ്യും. ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അത് എടുക്കും. പ്രവേശനം ഇപ്പോൾ പാസ് മൂലം നിയന്ത്രിക്കുന്നുണ്ട്. കാര്യം അതിനകത്തു നിന്നൊരു വിഹിതം ഈ വയനാടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്തരത്തിൽ ചെയ്യണമെന്നുള്ള ഡിസ്കഷൻ നടന്നു വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കുറേ സംഘടനകൾ ഇതുമായിട്ട് ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ മൊത്തത്തിലൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഏത് രീതിയിൽ അതിന് വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും എന്തായാലും ടിക്കറ്റ് ഉണ്ടാവും. അതിനകത്ത് സ്വാമി പറഞ്ഞ പോലെ ഒരു പെറ്റ് ഷോ, അക്വാ ഷോ, പിന്നെ ഹൈദരാബാദിൽ നിന്നുള്ള അമ്യൂസ്മെൻറ്റ്, അത് ഇന്ത്യയിലെ 2ാമത്തെ ടീമാണ്. സാധാരണ നമ്മൾ കാണുന്ന ജാൻവിയിലും അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലാതെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഫെസ്റ്റിൽ തന്നെ 100ഓളം സ്കൂളുകളിലെ കുട്ടികൾ, അതായത് ക്വിസ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ബാൻഡ് ഫെസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ തന്നെ സബ് ഡിവിഷൻസ് ആയിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വേറൊരു വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ എറണാകുളത്തേക്ക് എക്സിബിഷൻസിനകത്ത് ഈ പക്ഷികളിങ്ങനെ കൂട്ടിലിട്ട് അടച്ച് ഇട്ടേക്കുന്നതിന് പകരം തുറന്നൊരു എൻവയോൺമെൻറ്റിൽ ഒരു വലിയ ഏരിയ സെലക്ട് ചെയ്ത് ആളുകൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് അവരെ പക്ഷികളെ കാണാനും അത് തലയ്ക്ക് മുകളിലൂടെയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റ്സാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ലേഔട്ട് സിദ്ധ ഗ്രാമം എന്ന് പറഞ്ഞിട്ട്, അതായത് സിദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ ചികിത്സാ ശാസ്ത്രമാണ്. അപ്പോൾ ആ ചികിത്സാ ശാസ്ത്രത്തിൽ ഒത്തിരി നമ്മൾ ഈ 7ാം അറിവ് സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ സിദ്ധയുടെ കൺസെപ്റ്റിലുണ്ട്. ഈ വർമ്മം,
അതുപോലെ തന്നെ 64 തരം പനികളെക്കുറിച്ചും 2400-ലധികം രോഗങ്ങളെക്കുറിച്ചുമൊക്കെ ഈ സിദ്ധ ചികിത്സാ ശാസ്ത്രം പറയുന്നുണ്ട്. നമ്മൾ ആ ചികിത്സാശാസ്ത്രങ്ങൾ ആയുർവേദമാണെങ്കിലും സിദ്ധമാണെങ്കിലും മറ്റ് ചികിത്സാശാസ്ത്രങ്ങൾ ഇതിനെ അത്രയധികം അംഗീകരിക്കില്ല. അതിനകത്തൊരു റിസർച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാത്തതുകൊണ്ട്. പക്ഷേ ഇതിനകത്ത് ഇന്ന് ഈ മോസ്റ്റ് മോഡേൺ യുഗത്തിൽ ഇപ്പം ഒരു ആയുർവേദം അല്ലെങ്കിൽ സിദ്ധം പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പഠിക്കുന്നതിനോടൊപ്പം തന്നെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അലോപ്പതി ആണെങ്കിലും പെത്തോളജി ആണെങ്കിലും അനാട്ടമി ആണെങ്കിലും ആ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭാരതത്തിൻ്റെ ഋഷിപ്രോക്തമായ ഒരു ശാസ്ത്രത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ റിസർച്ചിൻ്റെ മേഖലയിൽ എത്തി നിൽക്കുന്ന ഒരു റെവല്യൂഷനുണ്ട്. ആ റെവല്യൂഷൻ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഏരിയ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലം, ഈ ഫെസ്റ്റ് നടക്കുന്ന ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ഒരു ജലസംഭരണി, സമയത്ത് ലിറ്റർ 5 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന ഒരു ജലസംഭരണി അവിടെ നാച്ചുറലായിട്ടുണ്ട്. ഈ ജലസംഭരണിയുടെ ചുറ്റുമാണ് ഈ ഫെസ്റ്റിൻ്റെ ഏരിയ നടക്കുന്നത്. അതുപോലെ ആ സ്ഥലത്ത് സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറി ആ ഒരു ലാൻഡ്സ്കേപ്പിൽ കയറി പോകുമ്പോഴത്തേക്ക് പുഷ്പോത്സവം, പുഷ്പമേള, അത് കഴിഞ്ഞ് വെജിറ്റേറിയൻ ഫുഡിലെ പല സംസ്ഥാനങ്ങളിലെ വെറൈറ്റീസ് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. പിന്നെ മെഗാ ഷോസ് നടക്കുന്ന ഇവൻ്റ്. ഈ മെഗാ ഷോസ് പല ചാനലുകളുമായിട്ട് പത്രങ്ങളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് ഓരോ ദിവസം നടത്താം. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഫെസ്റ്റ് കാണാനെത്തുന്ന ആളുകൾ, കലാകാരന്മാരായിട്ടുള്ളവർക്ക് ഈ അവരുടെ കഴിവുകൾ, അവരുടെ സർഗവാസനകൾ അവതരിപ്പിക്കാനുള്ളൊരു വേദി കൂടി ഇതിനോടൊപ്പം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒത്തിരി വളരെ വെറൈറ്റി ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിൽ പോകുന്നത്. നമ്മൾ ശരിക്കും ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ ഏതെങ്കിലും കൊണ്ടുവന്നൊരു ശാന്തിഗിരി ആശ്രമം ചെയ്യുമ്പോൾ അതൊരു തട്ടിക്കൂട്ടാവരുത്. അതൊരു കൃത്യമായ ആളുകൾക്ക്, നമ്മളെല്ലാവരെയും സംബന്ധിച്ച് നമ്മളെല്ലാവരും ഒരു ഉത്സവപ്രിയരാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷം. നമ്മുടെ ഈ ദുഃഖങ്ങളിൽ നമ്മുടെ അതിജീവനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗൃഹാതുരത്വം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം, മനസ്സിലെ ഉള്ളിലെ സന്തോഷത്തെ നമ്മൾ വീണ്ടെടുക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്തോഷത്തിൻ്റെ വീണ്ടെടുക്കലിൻ്റെ വേദിയായി, വിനോദത്തിനൊപ്പം വിജ്ഞാനത്തിൻ്റെയും ഒരു വേദിയായി ശാന്തിഗിരി ഫെസ്റ്റ് മാറണം എന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. ഇതൊരു സ്വാമിജി പറഞ്ഞ പോലെ ഒരു കർട്ടൻ റൈസറാണ്. 2026 ഗുരുവിൻ്റെ 100ാം ജന്മദിനം വരുന്നു. അന്ന് ഇന്ത്യ കണ്ട ലോകത്തിലെ ഏറ്റവും വലിയൊരു മഹോത്സവം ഈ അനന്തപുരിയിൽ സംഘടിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ അനന്തപുരിയുടെ സ്വന്തം കാർണിവൽ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ഈ ഒരു ഫെസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. ഈ വർഷം എത്ര കഴിഞ്ഞ വർഷം അതെ 25. അപ്പം ഈ വർഷം ഈ പൂജ ഹോളിഡേയ്സും അതുപോലെ തന്നെ ദീപാവലിയൊക്കെ ഇതിനകത്ത് കണക്റ്റായി വരുന്നുണ്ട്. നവംബർ 3-നാണല്ലോ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 30 ലക്ഷം പേരെ മിനിമം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. മിനിമം 30 ലക്ഷം പേർ, അതിൽ കൂടും എന്നുള്ളതാണ്. കാര്യം നമുക്ക് ഈ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ നെറ്റ്വർക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ നമ്മുടെ ഈ സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മിക്ക പഞ്ചായത്തുകളിലും നമ്മുടെ ഈ ആയുർവേദ വൈദ്യശാലകളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക വിഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങൾ പല ഏരിയകളിലുണ്ട്, ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് നമുക്കൊരു വിശ്വജ്ഞാന മന്ദിരമുണ്ട്. ഇന്നിപ്പോൾ അവിടെ ഓരോ ദിവസവും ഒരു 3-4 വ്ളോഗർമാർ തന്നെ ആ സ്ഥലത്തെത്തുന്നുണ്ട്. ആനാവുന്നിൻ്റെ നെറുകയിൽ മനോഹരമായൊരു താമര സൗധമാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻസ്, ഇപ്പോൾ ഡൽഹിയിൽ നമുക്കൊരു ആശ്രമമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസ് വഴി ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരു പബ്ലിസിറ്റി കൊടുക്കും. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ഞങ്ങൾ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ റീച്ച്, ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ റീച്ച് നോക്കുമ്പോൾ ശരിക്കും അതിനൊരു അതിർത്തികളില്ലല്ലോ, അത് എല്ലായിടത്തേക്കും വ്യാപിക്കുന്നതാണ്. എല്ലാവർക്കുമുള്ള മീഡിയ പാസ് ഞങ്ങൾ ഇഷ്യൂ ചെയ്യാം. എല്ലാവർക്കുമുള്ള മീഡിയ പാസ് ഇന്നിപ്പോൾ ഇത് ചെയ്തിട്ട് മീഡിയ പാസ് എല്ലാം പ്രിൻ്റ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ സമയം വെച്ചിരിക്കുന്നത് വൈകിട്ട് 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അപ്പോൾ ഈ ചൂട് സമയത്തൊന്നും പകലൊന്നും ആൾക്കാർ കൂടുതൽ, പിന്നെ വൈകുന്നേരം ഓഫീസൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തായിരിക്കില്ല കൂടുതൽ വരും. ഒരു 3 മണി മുതൽ 10 മണി വരെയും
സൺഡേസിലും ഹോളിഡേയ്സിലും ഒരു 12 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഒരു ധാരണ. അതിപ്പോൾ ഫൈനലായിട്ട് ഇന്നോ നാളെയോ അനൗൺസ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ധാരണയിൽ നിൽക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു 50,000 കുട്ടികൾക്ക് നമ്മൾ ഒരു പാസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കാരണം ഈ എഡ്യു ഫെസ്റ്റ് എന്ന് പറയുന്നത് കുറേ ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ വരുന്നുണ്ട്. അവർക്ക് ക്ലാസ്സുകളും അതുപോലെ അവരുടെ ഓരോരുത്തരുടെയും രീതിക്കനുസരിച്ച് അവർ ഏത് മേഖലയിലേക്ക് കടന്നു പോകണം എന്നുള്ളൊരു മാർഗനിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ കുട്ടികൾക്കായിട്ട് ഒരു 50,000 പാസ് ഇഷ്യൂ ചെയ്ത് എറണാകുളം മുതൽ ഇങ്ങോട്ടുള്ള വിധങ്ങളായ സ്കൂളിലേക്ക് അത് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രവേശന ഫീസ് നിശ്ചയിച്ചിട്ടുണ്ടോ? പ്രവേശന ഫീസ് ഫിക്സ് ചെയ്തില്ല. കാരണം നമുക്കിതൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു എക്സ്പെൻസ് വരുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങളെ കൊണ്ടുവരാൻ കോർഡിനേറ്റ് ചെയ്യുക. അവിടെ ലൈറ്റപ്പ് ഇപ്പോൾ നമ്മൾ ആ ഒരു 10 ഏക്കർ ഒരു 1/2 കിലോമീറ്റർ ചുറ്റുമുള്ള പ്രദേശത്താണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും സ്ഥലത്ത് ലൈറ്റപ്പ് ചെയ്യുക, ഇതിൻ്റെ പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഒരു ഹ്യൂജ് എക്സ്പെൻസ് ആണ്. എന്തായാലും നമുക്കിതിനൊരു പാസ് വെച്ചേ മതിയാവുള്ളൂ. അതിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടില്ല. സാധാരണയായിട്ട് വേണ്ടടുത്ത് ഒരു പുഷ്പമേള മാത്രം നടക്കുമ്പോൾ 100 രൂപ വരെ ടിക്കറ്റ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പല എക്സിബിഷനുകളും എക്സ്പോകളും 100 രൂപയാണ് ചാർജ്. പക്ഷെ അത്രയൊന്നും നമ്മൾ ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ പാസ് വെക്കുമ്പോൾ തന്നെയും അതിനകത്ത് പെറ്റ് ഷോയും അക്വാ ഷോയും ഫ്ലവർ ഷോയും എഡ്യൂക്കേഷൻ ഫെസ്റ്റും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലുള്ള ചില ഷോകൾ അത് പെയ്ഡായിരിക്കും. ബാക്കിയെല്ലാം നമുക്ക് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ പാസ് ഉപയോഗിച്ച് പോകാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പാസ് വെക്കുന്നത്. അത് വലിയൊരു എക്സ്പെൻസിലാണ് അത് ചെയ്യുന്നത്. എന്തായാലും ഒരു പാസ് വെച്ചേ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. സമാപന സമ്മേളനം അങ്ങനെയെല്ലാം ഉണ്ടോ? തീർച്ചയായിട്ടും ഉദ്ഘാടന സമ്മേളനം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു കലാപരിപാടിയോടുകൂടി 27-ാം തീയതി വൈകിട്ട് ആണ്. കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാവർക്കും എത്തിച്ചേരാം. അത് സെലിബ്രിറ്റിയും മന്ത്രിതലത്തിലുള്ള ആളുകളെയൊക്കെ നമ്മളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 27-ാം തീയതി രാവിലെ വൈകിട്ട് ആ പ്രോഗ്രാം ചെയ്യും. സമാപനം തീർച്ചയായിട്ടും ഒരു 3-ാം തീയതിയാണ് നമ്മളുടെ ഇവൻറ്റ് അവസാനിക്കുന്നത്. 31-ന് ദീപാവലിയാണ്. അത് വെള്ളി, ശനി, ഞായർ 3-ാം തീയതിയാണ് ഇത് അവസാനിക്കുന്നത്. അത് ഇപ്പം ഏഷ്യാനെറ്റ് പോലുള്ള ചാനലൊക്കെ അത് വലിയൊരു മെഗാ ഷോ ആയിട്ട് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഇവൻ്റായിട്ട് ആയിരിക്കും അതിൻ്റെ സമാപനം. കൃത്യമായിട്ടുള്ള രൂപരേഖ ആയിട്ടില്ല, അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വലിയ ഷോയോട് കൂടിയിട്ടായിരിക്കും എന്തായാലും ഒരു സമാപനം ഉണ്ടാകും. വേൾഡ് ലീഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ? വേൾഡ് ലീഡേഴ്സിനെ ഇപ്പോൾ ഒന്നും നിലവിൽ നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്ലാൻ ചെയ്ത സമയത്താണ് നമ്മൾ വയനാടിൻ്റെ ഒരു പശ്ചാത്തലം വന്നത്. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം എല്ലാം ഡ്രോപ്പ് ചെയ്തു. വലിയ രീതിയിൽ ഓണത്തിന് സൂചിപ്പിച്ചു വിടാം. ഓണത്തിന് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അപ്പോൾ ഈ വയനാട് ദുരന്തം വന്ന സാഹചര്യത്തിൽ നമ്മൾ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു. പക്ഷെ വീണ്ടും ഗവൺമെൻറ് ഭാഗത്തൊക്കെ അതിജീവനം എന്നുള്ള ഭാഗത്ത് എല്ലാവരും ഒരു ആ രീതിയിലേക്ക് ഒരു സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ പിന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ കയറി വന്നപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ അതിലേക്ക് വന്നത്. അങ്ങനെ ഒരു വലിയ തരത്തിലേക്ക് നമ്മൾ അത് ചെയ്തിട്ടില്ല. അത് സ്വാമി ഗുരുസവിജ്ഞാന തപസി, സ്വാമി ആശ്രമത്തിൻ്റെ മാർക്കറ്റിംഗ് ഹെൽത്ത് കെയർ ഡിവിഷനുകളുടെ ഹെഡാണ്. സീനിയറായിട്ടുള്ള ആശ്രമത്തിൽ സീനിയറായിട്ടുള്ള സന്യാസിയാണ്. സ്വാമിക്കാണ് ഈ ഫെസ്റ്റിൻ്റെ മുഖ്യ ചുമതല. സ്വാമി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും സ്വാമിയും മഹേഷും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളോടെല്ലാവരോടുള്ള റിക്വസ്റ്റ്, അപ്പം നമ്മളെ കനകക്കുന്നിൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫെസ്റ്റ് നടന്നു. പക്ഷെ ആ ഫെസ്റ്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം ഏഷ്യാനെറ്റിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻറ്റുമായിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഈ ഫെസ്റ്റ് വിജയിച്ചതിൽ ഞങ്ങളുടെ ചാനലിൻ്റെ അഡ്വർടൈസ്മെൻറ്റിനേക്കാൾ കൂടുതൽ തിരുവനന്തപുരത്തെ യൂട്യൂബ് കൂട്ടായ്മയുടെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ ഒരു പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഇതിനെ വിജയിപ്പിച്ചത് എന്ന് അവർ തുറന്നു സമ്മതിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ശാന്തിഗിരി ഫെസ്റ്റിനെ പ്രത്യേകിച്ച് ഒരു ജനകീയമായ ഒരു സംവിധാനമാണ്. നമ്മൾ ഇന്നലെ ആശ്രമത്തിൽ ജനസംഘടന നേതൃത്വത്തിലുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. വയനാട് ദുരന്തത്തിൽ ഒരുപാട് കുട്ടികൾ രക്ഷകർത്താക്കളെ നഷ്ടപ്പെട്ടവരും തുടർ പഠനത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നവരുമായ ഒരുപാട് കുട്ടികളുണ്ട്. ഈ ഫെസ്റ്റിൽ നിന്ന് ഒരു സാമ്പത്തിക സമാഹരണം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ തുടർ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കൈത്താങ്ങ് നൽകുക എന്നുള്ളൊരു പ്രധാന കാര്യം ഇതോടുകൂടി ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫെസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, അതാണ് നമ്മളെ
നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് പ്രവർത്തിച്ചാൽ ഈ ഫെസ്റ്റിനെ നമുക്ക് വലിയൊരു നിലയിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരുടെയും ഒരു പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി. എല്ലാവരെയും ഒരു കാര്യം കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പം 27-ാം തീയതിയാണ് തുടങ്ങുന്നതെങ്കിലും താമരപ്പർണശാലയും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും ലേ ഔട്ടും ഇൻസ്റ്റലേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നേരത്തെ ഒന്ന് വരികയും ആശ്രമമൊക്കെ കാണുകയും ഇതുപോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയും അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ കുറേ കൂടി അത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഹാർദവമായിട്ട് ഈ നേരത്തെ തന്നെ ഈ ഫെസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ആശ്രമത്തിൽ വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം കൂടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഒരു സംശയം, നമ്മൾ ഈ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് KSRTC ടൈപ്പ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ വല്ലതും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? നോർമലി അങ്ങനെ ചെയ്യാറുണ്ടോ ചോദിച്ചു. അതിപ്പോൾ ഓൾറെഡി ആശ്രമത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്പെഷ്യൽ ഉണ്ട്. നോ ഞാൻ ചോദിച്ചത് ഈ ഫെസ്റ്റിവൽ ഈ ഇതിന് സർവീസ് ഉണ്ടോ? ശാന്തിഗിരി ആശ്രമത്തിലേക്ക് എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് വരുന്ന ബസ്സുകളുണ്ട്. തീർച്ചയായിട്ടും ഈ നല്ലൊരു സജഷനാണ്. നാളെ തന്നെ KSRTC പോയിട്ട് നല്ലൊരു സഹകരണമാണ് അവർ നമ്മൾ ആശ്രമമായിട്ട്. അവിടെ ഇപ്പോൾ 4-5-6 ബസ്സുകൾ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അവിടുത്തെ അതിലെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ആശ്രമത്തിലാണ് നമ്മുടെ അക്കോമഡേഷനും താമസമൊക്കെ കൊടുക്കുന്നത്. നല്ല സഹകരണമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ ബസ്സുകൾ. അതെ കാരണം എല്ലാവരും കാറുള്ളവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് വരാൻ പറ്റണമല്ലോ. അതൊക്കെ ശാന്തിഗിരി ഫെസ്റ്റിലേക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് വരാവുന്ന സംവിധാനം ചെയ്യാവുന്ന തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടി തരണം. എന്താണ് ഞങ്ങൾ ഇതൊരു ശ്രദ്ധിക്കാത്ത ഏരിയയായിരുന്നു, അത് വലിയ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ അറിവിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പരിചയത്തിലുള്ള കാര്യങ്ങളൊന്നും കൂടി പറയാം. എല്ലാവരും അവിടെ വന്നൊന്നല്ലേ ആദിവാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള അവരുടെ ഈ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതും അവർക്കും ഇതുണ്ടാവുമോ? ഷോർ അതെ അതിൻ്റെ അത് അവരുടെ ഉൽപ്പന്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ആദിവാസി മേഖലയിൽ നിന്നുള്ള കുറേ പ്രോഗ്രാമുകൾ നമ്മളിവിടെ കൊണ്ടുവന്നു. പക്ഷേ ഓണം കഴിയുമ്പോൾ അവരുടെ ഒരു ഉത്സവ സീസണാണ്. അതുകൊണ്ട് ഈ സമയത്ത് അവർക്ക് ഇങ്ങോട്ട് വരാനെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ അവരുടെ ഉൽപ്പന്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നല്ല കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മളിതിൻ്റെ കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഗോത്രവർഗം അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ ആസാമിലും അതേപോലെ തന്നെ മേഘാലയയിലും ഒക്കെ ഇങ്ങനെയുള്ള ഫാമിലികളിൽ നിന്ന് കുട്ടികളെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്നിട്ട് ശാന്തിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ് എന്ന് പറഞ്ഞു. അതിൽ പഞ്ചകർമ്മ കോഴ്സും എല്ലാം പഠിപ്പിച്ചിട്ട് അവർക്ക് BSFലും മറ്റു പല സ്ഥലങ്ങളിലും ജോലി കിട്ടുന്നുണ്ട്. നമ്മുടെ തന്നെ ഹോസ്പിറ്റലിലും ജോലിക്ക് അവർ കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 1700ഓളം കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ കുട്ടികൾ അങ്ങനെ ജോലിയിലായി കഴിഞ്ഞു. അപ്പോൾ കേരളത്തിലും നമ്മൾ അങ്ങനെ ഒരു കാര്യം തുടങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ തവണ നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയായിരുന്നു തെന്മല ഏരിയയിൽ. അവിടെ ഒരു പ്രപ്പോസൽ അതേപോലെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ ഗുരുവിൻ്റെ 100ാമത് ജന്മദിനമാണ് 2027. ആ സമയം വഴിക്ക് കേരളത്തിലെ ഈ ഗോത്രവർഗ കുടുംബങ്ങളിൽ നിന്ന് കുറേ കുട്ടികൾക്ക് തൊഴിലവസരം നൽകുന്നൊരു പദ്ധതി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഇവിടെ നമ്മൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിലുള്ള ഗൈഡൻസും അതോടൊപ്പം തന്നെ വിദേശ തൊഴിലവസരങ്ങളുടെ കാര്യത്തിലും സ്വയം തൊഴിൽ സംരംഭത്തിന് വേണ്ട മാർഗനിർദ്ദേശം നൽകാനുള്ള വ്യവസായ വകുപ്പിൻ്റെ ഇൻഫോർമേഷൻ സെൻ്ററുകളും എല്ലാം സജ്ജീകരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യവസായ മന്ത്രി അതിനുവേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയോധന കലയൊക്കെ ഉണ്ടാവുമോ? കളരിപ്പയറ്റിൻ്റെ കാര്യത്തിൽ അതിൽ CVN കളരിയായിട്ട് ഒരു ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു പ്രോഗ്രാം, ഒരു ദിവസത്തെ പ്രോഗ്രാം അവരുടെ ഇതുണ്ട്. ഈ എല്ലാ ദിവസവും ഈ മെഗാ ഷോകൾ കൂടാതെ ചാനലുകാരൊക്കെ ഓരോ ദിവസം ഓരോ ഷോ ചിലപ്പോൾ കൂടുതലുണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ആ നാട്ടിലുള്ള കൂട്ടായ്മകൾ വ്യത്യസ്തങ്ങളായതുപോലുള്ള അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള സാംസ്കാരികമായും കലാപരമായും ആയോധനപരമായിട്ടും ഒക്കെയുള്ള അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള വേദി നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പല ആളുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് അവരുടെ പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തെ 100ഓളം സ്കൂളുകളിൽ നിന്ന് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അവിടേക്ക് ഏറ്റവും മികവ്
ലഹരി വിമുക്ത അവരുടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും? തീർച്ചയായിട്ടും ഈ എജി ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള സെമിനാറുകൾ, അതുപോലെ ഈ ആ മേഖലയിൽ പ്രശസ്തരായ ആളുകളെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ക്ലാസ് എക്സൈസ് വിഭാഗമൊക്കെ എപ്പോഴും നമ്മളായിട്ട് സഹകരിക്കുന്നത് അങ്ങനത്തെ നമ്മുടെ സ്കൂളുകളിലും മറ്റു സ്കൂളുകളിലൊക്കെ നമ്മളുടെ സംഘടനകൾ, സാംസ്കാരിക സംഘടനകളുണ്ട് ആശ്രമത്തിന്. കേരളത്തിലുടനീളം നമ്മൾ അങ്ങനത്തെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ സഹകരിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിലും ഈ എജി ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പറഞ്ഞതിലൊരു സജഷൻ നമുക്ക് എടുക്കാവുന്ന ഒരു സാധനം പ്രധാനമാണ്. ഈ ലഹരി വിമുക്ത കാര്യത്തിന് വേണ്ടി ഒരു പ്രത്യേക പവലിയൻ തയ്യാറാക്കാം. അത് നമുക്ക് ചെയ്യാം. അത് നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് നമ്മൾ ഈ സെമിനാറിൻ്റെ കാര്യം സ്വാമി പറഞ്ഞതുപോലെ അതൊരു സെമിനാർ നമുക്കുണ്ട്. പക്ഷേ ആ ലഹരി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കാണിച്ചു കൊണ്ടുള്ളൊരു പവലിയൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അതൊന്നും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിൻ്റെ പ്രത്യേക അതിന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേഷൻ ഈ എജി ഫെസ്റ്റിൽ തന്നെ സമയം ഈ ചെറുപ്പക്കാർ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ കാണിച്ചു അതിൻ്റെ ഒരു പ്രത്യേക പവലിയൻ തന്നെ സെറ്റ് തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നു. മതസൗഹാർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇപ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പറയാതൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഹാർമണി ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ നന്നായിരിക്കും. അതെ, പ്രത്യേകിച്ച് ആശ്രമത്തിന്റെ കൺസെപ്റ്റ് അതാണ്. നമ്മൾ ആശ്രമത്തിൽ എന്ന് പറയുന്നത് ജാതിക്കോ മതത്തിനോ അതീതമായിട്ട് എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലമാണല്ലോ. എൻ്റെ നമ്മുടെ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുജ്ഞാനദോസി എന്ന് പറയുന്നത് ശരിക്കും മതേതരത്വത്തിൻ്റെ ഒരു പ്രചാരകൻ എന്ന രീതിയിലാണ് സ്വാമി അറിയപ്പെടുന്നത് തന്നെ. ആശ്രമത്തിൻ്റെ ടോട്ടൽ കൺസെപ്റ്റും അങ്ങനെയാണ്. അപ്പം നമ്മളെ ഈ ഷോകളിലൊക്കെ അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും എല്ലാ സമയത്തും വരുന്നത്. പിന്നെ പൊതുവെ ആശ്രമത്തിലേക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും സ്വന്തം സ്ഥലം എന്നുള്ള നിലയ്ക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ഫെസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ആശ്രമം എന്നൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ മറ്റൊരു രീതിയിൽ കാണുമെങ്കിലും ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ച് അതൊരു മതേതര കേന്ദ്രമാണെന്നുള്ള ഒരു ബോധം എല്ലാവർക്കും നല്ല രീതിയിലുണ്ട്. അപ്പം നമ്മൾ കോഴിക്കോട് വിശ്വജ്ഞാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം നടന്ന സമയത്ത് അന്നൊരു നോമ്പുകാലായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതേപോലെ റിയാസ് മിനിസ്റ്റർ, ഇവരെല്ലാം വേദിയിലുണ്ടായിരുന്നു. പാണക്കാട് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നോമ്പിൻ്റെ സമയമായ നോമ്പ് മുറിക്കേണ്ട സമയമായ സമയത്ത് വേദിയിൽ തന്നെ അവർ നോമ്പ് മുറിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ആ സമയം ആശ്രമത്തിലെ ആരാധന നടക്കുന്ന സമയം, ആ സമയത്ത് തന്നെ സ്വാമി അവരെ ബാങ്ക് വിളിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു, ഈ രണ്ട് കാര്യം ഒരേ സമയമാണ്. ആശ്രമത്തിൽ ആരാധന നടക്കുന്നു, അതേസമയം വേദിയിൽ ബാങ്ക് വിളിക്കുന്നു, അത് കഴിഞ്ഞ് നോമ്പ് മുറിക്കുന്നു. അത് വലിയ വൈറലായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. അതാണ് ആശ്രമത്തിൻ്റെ ഒരു നാഷണൽ വൈഡ് ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ആശ്രമത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ് അതാണ്. അതിനെ മുൻനിർത്തിയായിരിക്കും എല്ലാ കാര്യങ്ങളും. ഇതൊരു ഹാർമോണിയൽ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ തന്നെയാണ് ശരിക്കും ഇത് വരുന്നത്. അതവിടെ വരുമ്പോൾ എല്ലാവർക്കും അത് ഫീൽ ആവും. കാരണം എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുപോലെ സ്വന്തം സ്ഥലം എന്നുള്ള നിലയിൽ വരുന്നു. പ്രത്യേകിച്ച് നമ്മൾ 5 കോടി ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ഒരു ജലസംഭരണിയുണ്ട് അതിൻ്റെ അവിടെ. അതിന് ചുറ്റുമാണ് ഈ ഒത്തുകൂടൽ നമ്മൾ 2010-ലും 2012-ലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതൊരു മതസൗഹാർദ്ദ കൂട്ടായ്മയായിട്ട് വിഭാഗീയതകൾക്ക് അതീതമായുള്ള ഒരു മാനുഷിക കൂട്ടായ്മയായിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വലിയൊരു ജലാശയത്തിന് ചുറ്റും നമുക്ക് ഒരുമിച്ചിരിക്കാം എന്നാണ് നമ്മുടെ നോട്ടീസിൽ തന്നെ നമ്മൾ പറയുന്നത്. ജാതിയോ മതമോ മറന്ന് മനുഷ്യനെന്ന ഒരു ഏകാത്മ സിദ്ധാന്തത്തിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. അതാണ് ആ കൺസെപ്റ്റ്. ശരിക്കും ഈ ഫെസ്റ്റിൻ്റെ കൺസെപ്റ്റേഴ്സാണ് പറഞ്ഞതാണ്. സ്വാമി, പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് റൈഡ്സ് ഒക്കെ വരാറുണ്ട് ചെറുത്. ഇതിപ്പോൾ ഇന്ത്യയിൽ 2ാമത്തെ വലിയ റൈഡാണ് കടന്നു വരുന്നത്. അപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ചെറിയ റൈഡ്സ് ഒക്കെ വരുമ്പോൾ അത് ലൈസൻസോ ഇൻഷുറോ ഒന്നും ചെയ്യാറില്ല. ഇപ്പം നിങ്ങൾ ചെയ്യാറുണ്ടോ? എല്ലാം ഇൻഷുർ. ഈ പ്രത്യേകം ഓരോ റൈഡുകൾക്കും ഇൻഷുറൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ടോട്ടലി അമ്യൂസ്മെൻറ്റിൻ്റെ ആ ഏരിയ മൊത്തം ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അതുപോലൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്തു നിന്നും ഫയറിൽ നിന്നും ഒക്കെ ഗവൺമെൻറ് തലത്തിൽ എടുക്കേണ്ട എല്ലാ പേപ്പേഴ്സും എല്ലാം ക്ലിയർ ആയിട്ട് വെക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ജനറൽ സെക്രട്ടറി വരികയെന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ ഫുഡ് സ്റ്റാളും അപ്പോൾ വന്നതിന് ശേഷമല്ല, വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ കമ്പനി ഏതാണ്, അവരുടെ FSSAI ലൈസൻസ് സഹിതം പ്രസൻറ്റ് ചെയ്തതിന് ശേഷമേ സ്റ്റോളിലേക്ക് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ആ കാര്യങ്ങളുടെ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും. കാരണം സ്വാമി അതിൽ പറഞ്ഞൊരു കാര്യം, ശാന്തിഗിരിയെ വിശ്വസിച്ചാണ് അതിനുള്ളിലേക്ക് ഒരാൾ വരുന്നത്.
അതിനുള്ള കമ്പനി ഏതാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ശാന്തിഗിരിയുടെ കവാടം കടന്നാൽ സേഫ് ആണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനുള്ളിലുള്ള എല്ലാ ഫുഡ് സ്റ്റോളുകളും കംപ്ലീറ്റ് FSSAI ലൈസൻസും അവരുടെ ക്വാളിറ്റി പാരാമീറ്ററും കംപ്ലീറ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് എൻട്രി ചെയ്യാൻ പാടുള്ളൂ. ഗ്രീൻ പ്രോട്ടോകോൾ നമ്മൾ ഒരു 80% നമ്മൾ പാലിക്കണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ഫെസ്റ്റൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കൺട്രോളിനപ്പുറം നിൽക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. പരമാവധി നമ്മുടെ ഭാഗത്ത് എക്കോ ഫ്രണ്ട്ലി നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളതിൽ ശ്രമിക്കുന്നത്. പക്ഷേ 2027 മെഗാ ഇവൻറ്റ് വരുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും ഒരു എക്കോ ഫ്രണ്ട്ലി എന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. അതിൽ നമ്മൾ പാളയുടെ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള ഈ ഡിസ്പോസിബിൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതെ അതിന് ടോപ്പ് പ്രയോറിറ്റി തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ 100% നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തത് ഒരു മുൻകൂട്ടി നമ്മളൊരു മുൻ തയ്യാറെടുപ്പുകൾ അതിനു വേണ്ടി ഒരു വർഷത്തെ തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിൽ 100% എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും. അടുത്ത വർഷത്തെ ഇവൻറ്റ് നമ്മൾ ഈ എഴുത്ത് പോലും കയറുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും തുണികൾ കൊണ്ടും ചാക്ക് കൊണ്ടും ഒക്കെ ഇപ്പോഴും നമുക്ക് കാണാം. നമ്മളവിടെ ഓൺലൈനിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചാക്ക് കൊണ്ടും ഓല കൊണ്ടുമാണ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഫുൾ ഓല കൊണ്ടും മുള കൊണ്ടുമാണ് കെട്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മളിപ്പോൾ അത് ക്ലെയിം ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ തയ്യാറെടുപ്പില്ലാതെ വരുന്ന സമയത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞതിന് വിരുദ്ധമായി പോകുന്നതുകൊണ്ട് നമ്മൾ ഈ തവണ അത് ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഉദ്ദേശം അതിലേക്കാണ്. ആശ്രമത്തിൻ്റെ തന്നെ ഇപ്പം ആശ്രമം വിട്ടുകൊടുത്ത സ്ഥലത്താണ് പഞ്ചായത്ത് ഈ പ്ലാസ്റ്റിക് കവറുകളുടെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഈ ഫെസ്റ്റിലാണെങ്കിൽ തന്നെയും അങ്ങനെ സ്വാമി പറഞ്ഞ 20% പെട്ടെന്നുള്ള കാര്യം കൊണ്ട് വന്നാൽ തന്നെയും അത് അവിടെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ എല്ലാം കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം കൂടി ഇപ്പോൾ അതിൻ്റെ കൂടെ ശരിയാക്കി. അതൊന്നും മണ്ണിൽ കുഴിഞ്ഞു പോകാതെ അല്ലെങ്കിൽ പരന്നു കിടക്കാതെ അത് കൃത്യമായി അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടി നമ്മൾ നിലവിലുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 50,000 സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ പാസ് ഇഷ്യൂ ചെയ്യുന്നു. അത് നേരത്തെ പറഞ്ഞു. പിന്നെ സ്കൂൾ വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ പരീക്ഷകൾ കഴിഞ്ഞതിന് ശേഷം സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്കൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഫെസ്റ്റിൽ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത്. അവരുടെ ഒരു കൂട്ടായ്മകളും അവരുടെ കഴിവുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ 2027 ഗുരുവിൻ്റെ ജന്മദിനം വരുന്ന മെഗാ ഫെസ്റ്റ്, ഓൾ ഇന്ത്യ ബേസിലുള്ള ഫെസ്റ്റ് വരുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ സ്കൂളിലുള്ള കുട്ടികളുടെ പ്രോഗ്രാമുകൾ ഇതിൽ അവതരിപ്പിക്കാൻ വേണ്ട ഒരു ചിട്ടപ്പെടുത്തൽ കൂടി നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കായികപരമായിട്ട് 40 സ്കൂളുകളുടെ സെവൻസ് ഫുട്ബോൾ ഇതോടനുബന്ധിച്ച് നമ്മുടെ ആളത്തിൻ്റെ ഈ പറയുന്ന ഫെസ്റ്റിൻ്റെ സ്ഥലത്ത് തന്നെ ഒരു വലിയ ടർഫ് ഉണ്ട്. അവിടെ വെച്ച് 40 സ്കൂളുകൾ പങ്കെടുക്കുന്ന ഒരു സെവൻസ് ഫുട്ബോൾ അതുകൂടി ഇതിനോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഉത്തരേന്ത്യൻ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ക്വിസ് മത്സരങ്ങൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പല സ്കൂളുകളും ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ഇപ്പോൾ ഇതേപോലെ കുറേ വലിയ സജഷൻസ് ഇപ്പം നമുക്ക് കിട്ടി. ഈ പറഞ്ഞ ലഹരി വിമുക്ത കാര്യങ്ങൾ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മഹേഷ്, നമ്മൾ ഈ ഒരു ഫെസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ നടത്തും. അപ്പോൾ നമുക്ക് കുറേ കൂടി കാര്യങ്ങളെ അടുത്ത തവണ നമുക്ക് അങ്ങനെ ചെയ്യാം. ഒരു 3 മാസമോ 6 മാസമോ മുമ്പേ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഒരു ഇത് വന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. നമ്മുടെ പോത്തങ്കോട് വന്നു പോയിട്ടുള്ളവർക്കറിയാം. അപ്പം ഗതാഗത പ്രശ്നം വലിയ രൂക്ഷമാണ്. ഈ ഒരു ഫെസ്റ്റിനോടനുബന്ധിച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും ഒരു ആശയം ആശ്രമത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഗവൺമെന്റ് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടോ? ഗതാഗത കുരുക്ക് കൂടുതലാകുമ്പോൾ ഫെസ്റ്റ് കൂടി ആകുമ്പോൾ അത് കൂടാനുള്ള ചാൻസ് ഇല്ലേ? പബ്ലിക്കിന് ബുദ്ധിമുട്ടാകാതെ ആശ്രമത്തിലേക്ക് എത്താനും ഈ പരിപാടികളൊക്കെ കാണാനും പങ്കെടുക്കാനും ഒക്കെ. ശരിക്കും ഈ പോത്തൻകോടിൻ്റെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണിത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോത്തൻകോട് പ്രസ് ക്ലബിൽ ഈ കാര്യം ഒന്ന് ചർച്ചയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അതൊരു കൃത്യമായൊരു സൊല്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമാണ്. അവിടുത്തെ ഒരു പൊളിച്ചെഴുത്ത് എന്ന് പറയുന്ന പല ട്രയൽസ് അവിടെ നടത്തി. ഇപ്പോൾ ഗതാഗത മന്ത്രി തന്നെ വന്ന് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ട്രയൽ സെൻ്ററിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനകത്തൊരു നമ്മുടെ ഈ ഫെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ജനകീയ കൂട്ടായ്മ, ജനകീയ ചർച്ച തന്നെ അതിനകത്ത് എഫക്റ്റീവായിട്ട് സംഘടിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ അതിന് ഗതാഗത മന്ത്രി അവിടുത്തെ GR അനിൽ സാർ
അതുപോലെ തന്നെ 2 പഞ്ചായത്ത്, ഒരു പഞ്ചായത്ത് പോത്തൻകോട് ആയതുകൊണ്ട് പോത്തൻകോട് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ മാത്രം മാറി നിൽക്കുകയാണ്. അപ്പോൾ മറ്റ് പഞ്ചായത്ത് തൊട്ട് സമീപത്തുള്ള പഞ്ചായത്തും എല്ലാം കൂടി ഉൾപ്പെട്ട് ശാന്തിഗിരി ആശ്രമം അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തൊരു കൃത്യമായൊരു നല്ലൊരു ആക്ഷൻ പ്ലാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിലുള്ള ഒരു എക്സ്പേർട്ടിനേക്ക് ഈ ആശയങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ശ്രീധരൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് നമ്മൾ സ്വാമി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു കൃത്യമായൊരു എഫക്റ്റീവായൊരു ചർച്ചാ പ്ലാറ്റ്ഫോം അവിടെ പോത്തൻകോട് ഉണ്ടാവണം. അപ്പോൾ അതിലേക്കുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഈ ഫെസ്റ്റിവലോടനുബന്ധിച്ചിട്ട് നമ്മളിപ്പം ചെയ്യുന്നതിൽ നേരത്തെ കഴിഞ്ഞ 2012 ഫെസ്റ്റ് നടത്തിയ സമയത്ത് കാട്ടായപ്പാടം മുതൽ വെഞ്ഞാറമൂട് വരെ കാർ പാർക്കിങ്ങുകൾ ഉണ്ടായിരുന്നു. അത്രയും തിരക്കാണ്. ഈ റോഡിൽ നേരത്തെ സൂചിച്ച പോലെ അത്രയും തിരക്ക്. അതിനെ മുൻനിർത്തി നമ്മളിപ്പം ഈ ഫെസ്റ്റിനോട് ചേർന്ന് ഒരു 500 മീറ്റർ 600 മീറ്റർ ചുറ്റളവിൽ 5 or 6 സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് ഒരു 1500 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം റെഡിയാക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഈ വരുന്ന പോത്തൻകോട് കഴിയുമ്പോഴേ നമ്മളുടെ തന്നെ ഹെൽത്ത് കെയർ സോണിലും അതുപോലെ റിസർച്ച് സോണിലും അഗ്രികൾച്ചർ സോണിലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ആ വരുന്ന വഴിക്ക് തന്നെ ഈ ഫ്രണ്ടിൽ ഒരു ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ കാർ പാർക്ക് ചെയ്ത് നമുക്ക് വരാനും കുറച്ചപ്പുറത്തേക്കൊക്കെ മാറി പാർക്ക് ചെയ്യാനുള്ള ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന വണ്ടികളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. പക്ഷെ നേരത്തെ പറഞ്ഞത് പോത്തൻകോടിൻ്റെ പൊതുവായൊരു പ്രശ്നമാണ്. അതിന് ആശ്രമം സജീവമായിട്ട് ആ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഇതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വേറൊരു ചോദിച്ചു നോക്കിട്ടെ, നിങ്ങൾ 2 മഞ്ഞയൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന് വെള്ളയൊക്കെ ഉണ്ട്, എന്തെങ്കിലും എന്താണ് അതിൻ്റെ ഒരു അത് ബ്രഹ്മചാരി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് പിന്നെ ആശ്രമത്തിൻ്റെ സന്യാസ മേഖലയിലേക്ക് വരുമ്പോൾ ആദ്യത്തിൽ എന്ന് പറയുന്നത് വെള്ള വസ്ത്രത്തിൽ ആയിരിക്കും, പിന്നീട് വരുമ്പോഴാണ് ഈ വസ്ത്രത്തിലേക്ക് മാറുന്നത്. പക്ഷെ ബ്രഹ്മചാരി വളരെ സീനിയറായ ആളാണ്. പക്ഷേ ആശ്രമത്തിൻ്റെ ഹെൽത്ത് കെയർ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സേവനം അനിവാര്യമായതുകൊണ്ട് കുറേ സമയം അദ്ദേഹം എന്ന് പറയുന്നത് ഈ മേഖലയിലേക്ക് വരാതെ തന്നെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കാൻ അനിവാര്യത വന്നു ആ മേഖലയിൽ. പിന്നീട് അതിലേക്ക് വന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ ഡ്രസ്സിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മാറുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആശ്രമത്തിൻ്റെ ബൈലോ അനുസരിച്ച് ചെറുപ്പക്കാരായ ആളുകൾ 12 വർഷം ബ്രഹ്മചാരിയായിട്ട് ആശ്രമത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ആശ്രമത്തിൽ ജീവിച്ച് അതിനുശേഷമാണ് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. പിന്നെ ഓരോ 12 വർഷം കഴിയുമ്പോഴും ഇപ്പം സ്വാമി സീനിയറായിട്ടുള്ള സ്വാമിയാണ്. സ്വാമി ഇപ്പം 2009 സന്യാസ ദീക്ഷ സ്വീകരിച്ചു. നമ്മൾ 2022 സന്യാസ ദീക്ഷ സ്വീകരിച്ചു. അപ്പം ഓരോ 12 വർഷം കഴിയുമ്പോഴും നമ്മളുടെ ഡെസിഗ്നേഷൻ ഇൻചാർജാണ്. സ്വാമി ഹെഡായി 36 വർഷമായിട്ട് സന്യാസി ഇരിക്കുന്ന ആൾ ചീഫായിട്ടിരിക്കും. അതിനുമേലെ ഡയറക്ടർ ബോർഡ്. അങ്ങനെയാണ് ആശ്രമത്തിലൊരു സന്യാസവും ബ്രഹ്മചാരി സംഘത്തിൻ്റെ പ്രോട്ടോകോൾ. സ്വാമി, അതുപോലെ ഈ ഏഷ്യാനെറ്റ് പോലുള്ള സാറ്റലൈറ്റ് ചാനലുകൾ നടത്തുന്ന മെഗാ ഷോ ഉണ്ടോ? അപ്പോൾ അതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോ? എല്ലാവർക്കും ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ? കോപ്പിറൈറ്റ് ഇഷ്യൂ വരത്തില്ല. നമ്മളങ്ങനെ നമ്മുടെ ശാന്തിഗിരി ഫസ്റ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം, അതായത് മെഗാ ഷോസ് അവർക്ക് നടത്താം. അപ്പോൾ അതിന് നമ്മളങ്ങനെ ഒരാൾക്ക് മാത്രമായി ഇത് ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാ മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി പോകാനാണ് നമുക്ക് ആഗ്രഹം. കൂടി ഒന്ന് ചിലപ്പോൾ ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടി വരും. അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കൃത്യമായിട്ട് എല്ലാവരും അറിയിക്കാം. ചില ഷോസ് ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ സ്റ്റാർ വാല്യൂസും അവരുടെ ചില കോൺട്രാക്റ്റൊക്കെ അനുസരിച്ച് ചിലപ്പം ചില ശിക്ഷ വന്നേക്കാം. എങ്കിലും ഭൂരിഭാഗം എന്ന് പറയുന്നത് എല്ലാവർക്കും ഞങ്ങളുടെ റിക്വസ്റ്റ് അവരോടൊക്കെ ചെയ്തതാണ്. എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പറയുന്ന ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിനും കൂടി അത് കവർ ചെയ്യണം. അത് ശാന്തി ബെസ്റ്റ് ആണല്ലോ. അങ്ങനെ റിക്വസ്റ്റ് ഞങ്ങൾ എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ചില ചാനലിൽ നിന്ന് അത്രയും വാല്യൂഡ് ആയിട്ടുള്ള ഷോകൾ ചിലപ്പോൾ ശിക്ഷണം വരാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട്. എങ്കിലും പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫെസ്റ്റിൻ്റെ ഇടയിൽ തന്നെ പറ്റുമെങ്കിൽ നമുക്ക് സമയത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്നറിയില്ല, മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഈ വിദഗ്ധരായ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് പോത്തൻകോട് ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക ചർച്ച നടത്താൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. ഇതിനിടയിൽ തന്നെ ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ അല്ലേ, ഇപ്പോൾ ശ്രീധരൻ സാറിനെ പോലുള്ള ആളുകൾക്ക് ആശ്രമമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ആ സ്ഥലം ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തലത്തിലും അങ്ങനെയുള്ള പറ്റുമെങ്കിൽ ഗതാഗത മന്ത്രി അടക്കമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്
ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ആദ്യത്തെ ഒരു ചർച്ചാ യോഗം സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കാം. അതൊരു ഒരു ഒരു ആദ്യപടിയായിരിക്കും ചിലപ്പോൾ, പക്ഷേ അതുകൂടി നോക്കാം. ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടും. കാരണം ഫെസ്റ്റോട് കൂടിയിട്ട് നല്ലൊരു ക്രൗഡും തിരക്കുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരവും വേദി തന്നെയായിരിക്കും. ഇനിയുള്ള ഓരോ വർഷങ്ങളിലും ആശ്രമത്തിൻ്റെ പരിപാടികൾ നേരത്തെ സൂചിപ്പിച്ച 2026 ഗുരുവിൻ്റെ 100ാമത് ജന്മദിനം അന്താരാഷ്ട്ര ശ്രദ്ധ കിട്ടുന്ന രീതിയിലേക്ക് പോത്തങ്കോട് തിരുവനന്തപുരം എന്ന് പറഞ്ഞ് മാറാൻ പോകുന്നു 2 വർഷം കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴേ ആ കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ 2 വർഷം കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തെടുക്കാൻ സാധിക്കൂ. ഈ ഉദ്ഘാടനത്തിന് നാളെ കൊണ്ടുകൂടി കൺഫേം ആവും. പിന്നെ കേരളത്തിൽ നിന്ന് GR സാറാണ് ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരി. സാർ എന്തായാലും അതിനകത്ത് ഉണ്ടാവും. പിന്നെ ടൂറിസം മിനിസ്റ്ററും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുരുങ്ങിയ ദിവസത്തിൻ്റെ ഒരു സമയത്തിലെ ഇതായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ വന്ന് തന്നെ ഒന്ന് കവർ ചെയ്യണം. അവിടുത്തെ വിശേഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു കാര്യങ്ങൾ ചെയ്യും. അറിയാനും പറയാനും എനിക്ക് നോക്കി ആളുകൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും നേരിട്ട് കാണാനും പറ്റിയില്ല. എനിക്ക് തോന്നുന്നു മാഷൊക്കെ നേരത്തെ സൂചിച്ചു പോലെ ആദ്യമായിട്ട് നമ്മൾ യുവജനങ്ങളെ പുതിയ തലമുറ 50 പേര് വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു അത്രയാളെയൊക്കെ സംഘടിപ്പിക്കും. പക്ഷെ എല്ലാവരും ആസ്വാദമുള്ള സ്നേഹം കൊണ്ട് എല്ലാവരും വന്നു. അതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ആളുകളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങളും സ്വാമി മഹേഷും എല്ലാവരും പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവരും വരുമല്ലോ, തീർച്ചയായിട്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കന്ന് സ്വാമി സ്നേഹവിരുന്നിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി പറയും.